ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. എന്റെ നാട്ടിലെ പല മാതാപിതാക്കളും പറഞ്ഞിട്ട് അവനെ കണ്ട് പഠിക്കണം എന്നാണ്. അത്രയും നല്ല ചെക്കനായിരുന്നു. നല്ല കുട്ടി തന്നെയാണ്, സത്യം. നല്ല സൗന്ദര്യമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ്. പക്ഷേ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്തു, ബാംഗ്ലൂരേറ്റ് തന്നെ പോയി പഠിച്ചിട്ടുണ്ട്. ആ പഠിക്കുന്ന സമയത്ത് ചില കൂട്ടുകാരെന്ത് ചെയ്തു, ലഹരി പോലുള്ള ഒരു സാധനം കൊടുത്ത. അത് കൊടുത്തതോട് കൂടിയിട്ട് പിന്നെ നാട്ടിലേക്ക് വന്നു. കൊറോണ സമയമാണ്. കൊറോണ അറിയില്ലേ? ആ കൊറോണയുടെ കാലഘട്ടത്തിൽ നാട്ടിൽ വന്നു. പിന്നെ കോളേജിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അങ്ങനെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് പുറത്തു പോകാൻ പറ്റൂല, എവിടെയും പോകാൻ പറ്റൂല. അന്ന് ലഹരി കിട്ടാൻ അവര് ബുദ്ധിമുട്ടി. വീട്ടുകാർക്ക് ഇത് അറിയില്ലായിരുന്നു. അവരെന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് ഭയങ്കര ശബ്ദവും ബഹളങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. വാതിൽ മുട്ടലും ആകെ പ്രശ്നമാക്കാൻ തുടങ്ങി. ഒരു ദിവസം എന്ത് ചെയ്തു, ഉമ്മ എന്താ പ്രശ്നം എന്നറിയാതെ ഡോക്ടർ പോയി കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ലഹരി ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ ബുദ്ധിമുട്ടാണ്, ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല, സമയം ഒരുപാട് വൈകിപ്പോയി. ഇപ്പൊ എന്താ അവന്റെ അവസ്ഥ അറിയോ? ആ വീട്ടിലെ മൂത്ത മകനായിരുന്നു അവൻ. വാപ്പാക്കും ഉമ്മാക്കും അത്താണിയായി നിൽക്കേണ്ട മകനായിരുന്നു. അതായത് വീട്ടിലെ തായൊരു അനിയന്റെ, എത്ര വയസ്സറിയോ, +2 കഴിഞ്ഞൊരു കുട്ടി. അതേ സമയത്താണ് ഈ ജ്യേഷ്ഠൻ എന്ത് ചെയ്യുന്നത്, ലഹരി ഉപയോഗിച്ച് ആകെ പിടുത്തം വിട്ട് ആകെ പ്രശ്നമായി കിടക്കണം. ഇവന് ഡോക്ടർമാർ വന്ന് ചികിത്സിച്ച് അവസാനം അവന് കിട്ടിയത് എങ്ങനെയാ വെച്ചാൽ ഒരു ഭ്രാന്തനായിട്ട്.